ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ പരിമിതികൾ കാണും. ഇന്ന് ഇപ്പം ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ ആലുവയിൽ അദ്വൈതാശ്രമം എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ടെമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ടെമ്പിൾ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലത്തേക്ക് പണിയൊന്നുമില്ല, ഉച്ചത്തേക്കും പണിയൊന്നുമില്ല. ഇന്നലെ സാമ്പാർ വെച്ചതിരിപ്പുണ്ട് ഉച്ചത്തേക്ക്, പിന്നെ മീൻ മറക്കാൻ മാത്രമേ ഉള്ളൂ, പിന്നെ കപ്പളങ്ങ തോരൻ ഇരിപ്പുണ്ട്. രാവിലത്തേക്ക് ഇന്നലെ രാത്രിയിലത്തേക്കുള്ള ഇടിയപ്പം ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ മുട്ടക്കറി ഉണ്ട്, കടലക്കറി ഉണ്ട്. സോ അതൊക്കെ സോർട്ടാണ്, ചൂടാക്കിയാൽ മതി. പിന്നെ എനിക്കൊന്ന് കുളിക്കണം, തല നനച്ചില്ലെങ്കിൽ മേലെ ഇങ്ങനെ നനയ്ക്കണം. എന്നിട്ട് ആശ്രമത്തിൽ പോകണം. കുറേ നാളായി ഞാൻ പോയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പോവാന്ന്. ഇന്നിപ്പോൾ ഇവിടെ 7:30 കഴിഞ്ഞു. എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈകി, ബിക്കോസ് എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് വൈകി. നല്ല മഴയാണ്. ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അതായത് അതിൻ്റെ ശക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് നല്ല മഴ തന്നെയായിരുന്നു രാത്രിയിലൊക്കെ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ മടിച്ച് പോകണോ വേണ്ടിയോ, പക്ഷെ എനിക്ക് ചില സമയത്ത് എനിക്ക് അവിടെ പോകണം, അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രാർത്ഥന കേൾക്കണം എന്നൊക്കെ എനിക്ക് തോന്നും. പിന്നെ ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ആലുവ പുഴയില്ലേ, അതിൻ്റെ തൊട്ടടുത്താണിത്. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് ഈ പുഴ വരുന്നത്. അപ്പോൾ നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ, ഞാൻ പല്ല് വെച്ചു, മോൻ കഴുകിയിട്ടില്ല. അപ്പം ഞാൻ മോൻ കഴുകിയിട്ട് ബാക്കി വീഡിയോസ് കാണാം. രാത്രിയിൽ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ വലിയമ്മ കുറച്ച് വൈകിട്ടാട്ടോ എഴുന്നേൽക്കുക. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഇങ്ങോട്ട് പോന്നു. വലിയമ്മ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാനിങ്ങനെ പയ്യെ ശബ്ദം ഉണ്ടാക്കാതെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകുവശത്തെ വാതിലങ്ങ് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു. മഴ ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ, ഒരു ആക്കം വന്നിട്ടുണ്ട് മഴയ്ക്ക്. പക്ഷേ എന്നാലും ഇങ്ങനെ മൂടിക്കെട്ടി ഇപ്പോൾ പെയ്യും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ ഇഞ്ചി മാങ്ങ കഴിഞ്ഞ ദിവസം പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മണ്ണ് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അലക്കുകല്ലിൻ്റെ അവിടെ വെച്ചാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മഴ പെയ്യുമ്പോൾ കുറേ മണ്ണ് അങ്ങനെ പോവും, ഒന്ന് കുതിർന്ന് കിട്ടും. അത് കഴിഞ്ഞ് നമുക്കങ്ങ് കഴുകിയെടുത്താൽ മതി. കാറ്റടിച്ചിട്ട് അടിച്ചു വാരിയൊക്കെ അങ്ങ് താഴ്ത്ത് വീണായിരുന്നു. പിന്നെ ഞാൻ അടുക്കളയിലെ തുണി കഴുകാനായിട്ട് പുറത്തേക്ക് ഇട്ടതാണ് കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ കഴുകണം. വേറൊരു സെറ്റാണ് അപ്പോൾ പുതിയതെടുത്തിട്ടിട്ട് അകത്തോട്ട് ഇട്ടത്. ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഒന്ന് തുറന്നു നിന്നാൽ മതിയായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ പോയിട്ട് നേരെ ജനല അങ്ങ് തുറന്നു. എനിക്ക് എവിടെ നിൽക്കുകയാണെങ്കിലും ജനല തുറക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ശ്വാസമുട്ട് പോലെ തോന്നും. എന്നിട്ട് വലിയമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളം അങ്ങ് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പച്ചവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്, ഞാൻ തിളപ്പിക്കില്ല. എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് മഴ തോർന്ന് നിൽക്കുന്ന സമയം നോക്കിയിട്ട് ഗേറ്റ് അങ്ങ് തുറക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് എപ്പോഴും മറക്കും. എന്നിട്ട് ആരെങ്കിലും വന്ന് ഗേറ്റിൻ്റെ അവിടെ വന്ന് ഒച്ച ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ പോയി തുറക്കുന്നത് ഓടിയിട്ടോ. എപ്പോഴും ഞാനിതിങ്ങനെ മറക്കും. കണ്ടോ, ഇങ്ങനെ ഞാൻ മുൻവശത്തേക്ക് അങ്ങനെ ഇറങ്ങൽ കുറവാണ്. പിന്നെ തലേദിവസം തന്നെ ഞാൻ അടിച്ചു വാരി തുറച്ചൊക്കെ ഇട്ടതുകൊണ്ട് എനിക്ക് ആ പണി ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ നേരെ മീൻ അങ്ങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ തലേദിവസം പുരട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് ഇന്നലെ എടുത്തിട്ട് അതങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങ് വറുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഐസ് വിട്ടുമിരിക്കും, എന്നാൽ നല്ല രീതിക്ക് മസാലയൊക്കെ പിടിച്ചിരിക്കും. ഞാൻ 4 എണ്ണേ വറുത്തുള്ളൂ. ഉച്ചത്തേക്ക് ഞാൻ നമ്മുടെ ഗുരുദേവൻ്റെ അവിടുന്ന് പ്രസാദമാണ് കഴിക്കുന്നത്. അപ്പോൾ വലിയമ്മയ്ക്ക് മാത്രമുള്ള മീൻ വറുത്തത് മതിയല്ലോ ഇന്ന് ഉച്ചത്തേക്കും രാത്രിത്തേക്ക്. അപ്പോൾ ഞാൻ 4 എണ്ണേ വറുത്തുള്ളൂ. ഒരുപാട് ഞാനങ്ങനെ വറുത്ത് വയ്ക്കാറില്ല, ആവശ്യത്തിനുള്ളതാണ് വറുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ തിരിച്ച് ഫ്രീസറിലോട്ട് വെക്കും കേട്ടോ. എന്നിട്ട് ഞാൻ അത് വറക്കാൻ വെച്ചിട്ട് അത് വറക്കുന്ന നേരം കൊണ്ട് നേരെ വന്നിട്ട് ബെഡ് വിരിക്കും. എനിക്കിത് രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്കറിയില്ല, ഞാനത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരും പറയും അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി സമാധാനപരമായി ഇരുന്നിട്ട് പിന്നെയാണ് ഞാൻ വന്ന് ഇതൊക്കെ ശരിയാക്കുള്ളൂ. എന്നിട്ട് ഞാൻ പുതപ്പും അങ്ങ് മടക്കി വെക്കാണ്ട്, ഇത് എക്സ്ക്ലൂസീവ്ലി എൻ്റെ പുതപ്പാണ്. ഈ കമ്പിളി, ഇത് സാധാരണ കമ്പിളിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു കട്ടി ഉണ്ടാവും, പക്ഷേ ഈ കമ്പിളിക്ക് അങ്ങനെ കട്ടിയില്ല. എനിക്ക് തണുപ്പ് എടുക്കാൻ പാടില്ല, പക്ഷേ എനിക്കിങ്ങനെ ഒരു കട്ടി അങ്ങനെ വേണം താനും കേട്ടോ. ഞാൻ ഫുൾ സ്പീഡിലാണ് എത്ര മഴയത്തും തണുപ്പത്തും ഞാൻ ഫാനിട്ട് കിടക്കുക. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ജനല അങ്ങ് തുറന്നിട്ടു മുറിയിടയും. അപ്പോഴേക്കും പിന്നെ വലിയമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മരുന്നിനുള്ള വെള്ളം അങ്ങ് 2 ഗ്ലാസ്സിലോട്ടാക്കി മാറ്റി വെച്ചിട്ട്, പിന്നെ തിളപ്പിച്ച വെള്ളം നമുക്ക് ഈ ഫ്ലാസ്കിലോട്ട് തിരിച്ചൊഴിക്കണമല്ലോ, അങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്ത് ഞാനിങ്ങനെ, ഇപ്പം നമുക്ക് വെയിലത്ത് വെച്ച് കുപ്പിയൊന്നും ഉണക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കഴുകിയിട്ട് അവിടെ നിന്നൊന്ന് വെള്ളം വാർന്ന്, അതായത് ബാസ്ക്കറ്റിലിട്ട് വെള്ളം ഒന്ന് വാർന്ന് പോകുമ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക്കും കുപ്പികളും ഒക്കെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങിയതെടുത്ത് മാറ്റുക കേട്ടോ ചെയ്യുക. അങ്ങനെ 2-3 എണ്ണം ഉണങ്ങിയത് ഞാൻ അങ്ങ് എടുത്ത് മാറ്റി. പിന്നെ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലെ വലിയമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് പോയാൽ ഇതിലേതെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഞാൻ വരുന്നവരെ കാത്തിരുന്നോളും. എന്നിട്ട് ഞാൻ വന്നിട്ട് ഫുഡ് എടുത്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട്
അത് ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുകയൊന്നും വേണ്ട, കഴിക്കുകയൊക്കെ വേണ്ട. അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസിൻ്റെ മരുന്ന് എടുക്കാൻ വേണ്ടി മുറി പോയപ്പോൾ അവിടെ ഒരു കൊതുക് ഇരിക്കുന്ന കണ്ടു കേട്ടോ. പിന്നെ ഞാൻ ബാറ്റ് എടുത്ത് അതിനെയൊക്കെ കൊന്നു. രണ്ട് കൊതുകുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഗ്യാസിൻ്റെ മരുന്നെടുത്ത് എടുക്കാൻ പോയപ്പോൾ. എന്നിട്ട് അതിനെയൊക്കെ ബാറ്റ് വെച്ച് കൊന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെയാക്കി. എന്നിട്ട് ഈ മുറിയുടെ ജനലിൽ ഞാനങ്ങ് തുറന്നിട്ടു. ഇത് ഞാനിങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുറന്നിടും. പിന്നെ വലിയമ്മയ്ക്ക് ചിലപ്പോൾ അതങ്ങ് തണുക്കുന്നു, കാറ്റ് ഭയങ്കരമായിട്ട് വീശുന്നു, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ ഞാൻ പിന്നെ അങ്ങ് അടച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തിട്ട് അപ്പം തന്നെ വന്നിട്ട് ചായ ഉണ്ടാക്കാൻ വെക്കും. വലിയമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ പാൽ ചായ തന്നെ വേണം. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. അപ്പുറത്തോട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ പൂച്ച കയറി വന്നിട്ട് എല്ലാം തിന്നും. അപ്പോഴേക്കും വലിയമ്മ ഗ്യാസിൻ്റെ മരുന്നൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുമായിരുന്നു, അല്ലാതെ നടക്കുമായിരുന്നു. അപ്പോൾ ക്ഷീണമുണ്ട്, തലേദിവസം വരെയൊക്കെ ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ട് അങ്ങ് കൊടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ അരി ഇട്ടു കേട്ടോ. നമുക്കിത് വാർത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. രാവിലത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇടിയപ്പം ഇരിപ്പുണ്ട്, മുട്ടക്കറി, പിന്നെ കടലക്കറി അങ്ങനത്തേക്ക് ഇരിപ്പുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് സാമ്പാറും കപ്പളങ്ങ തോരനും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു. ഇതിപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങൾ അങ്ങനെ ബാക്കി കുറച്ചായിട്ട് അങ്ങനെ ബാക്കി വരും. അപ്പം ഞാനത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇന്നങ്ങ് എടുത്തങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് ഞാനത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചു. കാര്യം എനിക്കിതൊന്ന് ആറണം. വലിയമ്മയ്ക്കാണെങ്കിൽ ചൂടോട് കൊടുക്കുകയും വേണമല്ലോ. അപ്പോൾ എനിക്ക് പോകാനായിട്ട് സമയമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ അങ്ങ് ആവി കയറ്റാൻ വെച്ചിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ അടുക്കളയൊക്കെ അങ്ങ് തൂത്തിട്ടു. എന്നിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തലേ നനയ്ക്കുന്നുണ്ട്, മീനൊക്കെ വറുത്തതല്ലേ, നമ്മൾ അമ്പലത്തേക്ക് പോവല്ലേ. എന്നിട്ട് ഞാൻ പോയി കുളിച്ച് വന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് കുളിക്കാമെന്ന്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ ചൂടുവെള്ളം അങ്ങനെ ഉണ്ടാക്കി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ശീലമാവും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ചൂടുവെള്ളം അങ്ങോട്ട് ശീലമാവും കേട്ടോ. കാരണം ചെറുപ്പത്തിലൊക്കെ ഞാൻ നല്ലോണം ചൂടുവെള്ളത്തിൽ മാത്രമാണ് കുളിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിച്ചു, അതായത് പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചു. അങ്ങനെ കുളിച്ച് വന്നിട്ട് ഞാൻ വലിയമ്മയ്ക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് എടുത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ ചായ അങ്ങ് ഇട്ടു. ഇപ്പം ഇത് കുടിക്കില്ല, എനിക്ക് ചായ നല്ല ഒരു സാധനം എനിക്ക് ചൂടോടെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇട്ട് വെച്ചിട്ട് ഒന്ന് ആറണം. ആ സമയം കൊണ്ട് നമ്മുടെ ഫുഡ് ആറിയിട്ടുണ്ടാവുമല്ലോ, ഇത് ഉണ്ടാക്കുന്ന സമയം കൊണ്ട്. അപ്പോൾ ഫുഡ് ആദ്യം കഴിക്കുക, അപ്പോഴേക്കും കഴിക്കുന്ന സമയം കൊണ്ട് ചായ ആറിയിട്ടുണ്ടാവും. അപ്പോൾ ചായ കുടിക്കുക എങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എനിക്ക് ചൂട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് തൊടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ ചൂട്. ഞാൻ ഒട്ടും അങ്ങനെ ചൂടിൻ്റെ ഒരാളല്ല. പക്ഷേ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കതെന്തോ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഫുഡൊക്കെ ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ തട്ടിക്കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഞാൻ ഇടിയപ്പവും കടലക്കറിയാണ് കഴിച്ചത്. വലിയമ്മയ്ക്ക് ഇടിയപ്പവും മുട്ടക്കറി മതി എന്ന് പറഞ്ഞു. മുട്ടക്കറിയുടെ ഗ്രേവി ഇല്ല, ഗ്രേവി മാത്രമേ ഉള്ളൂ, മുട്ട വേണ്ട, ഗ്രേവി മാത്രം മതി, പുഴുങ്ങണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചായ കുടിച്ചിട്ട് ഞാൻ നേരെ കയറി അങ്ങ് റെഡി ആവാമെന്ന് വിചാരിച്ചു. കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുക, മുടി കെട്ടുക, പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ഒരു 1-2 മണിക്കൂർ എടുത്ത് ഇങ്ങനെ പയ്യെ റെഡി ആവുള്ളൂ. എനിക്ക് അങ്ങനെ പറ്റുമായിരുന്നുള്ളൂ. ഞാനങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെയൊന്നുമല്ല. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് റെഡി ആകാൻ വരും. എന്നിട്ട് നമ്മുടെ സ്ഥിരം സ്പ്രേ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പൊത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ ഇറങ്ങി കേട്ടോ. എന്നിട്ട് 11:30 അവിടെ ഗുരുപൂജ തുടങ്ങുന്നത്. 12:30 ആകുമ്പോഴേക്കും പ്രസാദം വിളമ്പും. എന്നിട്ട് ഞാൻ നേരെ പോരാം എന്നാണ് വിചാരിക്കുന്നത്. കാര്യം വലിയമ്മയ്ക്ക് എന്തൊക്കെയോ ക്ഷീണം പോലെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം എനിക്കങ്ങനെ പാലത്തിൻ്റെ അവിടെയൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വലിയമ്മയ്ക്ക് ഇങ്ങനെ ക്ഷീണമായതുകൊണ്ട് പിന്നെ നേരെ ബസ് കിട്ടി. ബസ് കയറി ഇരുന്നപ്പോൾ ചെറിയ പോലെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ മാറി കേട്ടോ. നമ്മൾ സ്റ്റോപ്പിൽ എന്താ സ്റ്റോപ്പിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഇങ്ങനെ നടക്കാനുണ്ട്. ഈ പാലം ക്രോസ് ചെയ്ത് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഉണ്ടല്ലോ, അതൊക്കെ ക്രോസ് ചെയ്ത് കുറച്ചും ഇങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലാണ് കേട്ടോ ആശ്രമം വരുന്നത്. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ 10 മണിയുടെ ഒരു ബസ് ഉണ്ട്. അത് നേരെ കൊണ്ടുവന്നിട്ട് സ്റ്റാൻഡിൽ കുറച്ച് നേരം നിർത്തിയിട്ട് ഇവിടെ കൊണ്ട് നിർത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് വൈകിട്ടാണ് ഇറങ്ങിയത്. 11:30 ഗുരുപൂജ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. എന്നിട്ട് ഇതാണ് എൻട്രൻസ്. എൻ്റെ അമ്മ, ഇവിടെ വരുമ്പോൾ ഒരു മണമുണ്ട്. എന്തൊരു നല്ല മണമാണെന്നറിയോ. കുറേ സ്ഥലമുണ്ട് കേട്ടോ ഈ ആശ്രമം. റൈറ്റ് സൈഡിലായിട്ട് പാർക്കിങ്, ലെഫ്റ്റ് സൈഡായിട്ടാണ് ഊട്ടുപുര വരുന്നത്, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. ഇതിൻ്റെ നേരെ നോക്കുമ്പോഴാണ് കേട്ടോ ടെമ്പിൾ. എൻ്റെ അമ്മ, എന്ത് രസമാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ ഷീട്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മളിവിടെ ഗുരുപൂജയുടെ ഷീട്ടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് പ്രസാദം കഴിക്കാൻ പറ്റുള്ളൂ. എനിക്കത് ആദ്യം പോയപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ ഒരു ടോക്കൺ വേണം, അതായത് ഗുരുപൂജയുടെ ഷീട്ടാക്കുന്ന സമയത്തുള്ള ടോക്കൺ നമ്മൾ കൊടുത്താലാണ് നമുക്ക് പ്രസാദം കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രസാദം അസാധ്യ ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ പിന്നെ പുറത്തൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂവും ആ സമാധാനവും ഉണ്ടല്ലോ, ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, ഭയങ്കര രസമാണ്. ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് മഹാദേവ ക്ഷേത്രം വരുന്നത്. കണ്ട് ഇവിടെ അദ്വൈതാശ്രമം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഈ പടിയും ഈ കുളവും ഈ പുഴയും ഒക്കെ ഈ ആശ്രമത്തിൻ്റെ ആ സൈഡിൽ വരുന്നതാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ മഹാദേവൻ്റെ അമ്പലം വരുന്നത്. പിന്നെ അപ്പുറത്തോട്ടൊക്കെ
സ്ഥലമുണ്ട്. പക്ഷെ അവിടെ ഈ അടുത്ത് കർക്കിടകവാവ് വരുവാണല്ലോ, അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികളും കാര്യങ്ങളും എന്തൊക്കെയോ സെറ്റ് ചെയ്യലും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കും ബഹളമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പക്ഷേ ഈ ഏരിയയിൽ അങ്ങനെ അധികം, അതായത് കുറേ പേരുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ആളുകൾ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ഞാൻ കണ്ടോ ആ കാണുന്നതാണ് മഹാദേവൻ്റെ അമ്പലം. ആ പാലം ഇറങ്ങിയിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് അമ്പലം വരുന്നത്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അയ്യോ, ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കും. അത് അമ്പലത്തിലേക്ക് കയറി, അതായത് ആശ്രമത്തിലേക്ക് കയറിയില്ലെങ്കിലും ചിലപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഭയങ്കര രസമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഗുരുപൂജയൊക്കെ അറ്റൻഡ് ചെയ്തു. നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ആ ഗുരുപൂജയൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്ത് കാണുന്നതാണ് ഈ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടുത്തെ ഭക്ഷണം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു ക്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെയും ഒരുപാട് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഭക്ഷണം വിളമ്പുള്ളൂ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തൃപ്തിയായിട്ട് ഞാൻ ദേ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് നടന്നിട്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഈ അമ്പലത്തിൻ്റെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലേക്ക് കേട്ടോ നടക്കുക. കയറാൻ നേരത്ത് ഇറങ്ങുമ്പോൾ ഞാൻ അപ്പുറത്ത് ഇറങ്ങും, കയറുമ്പോൾ ഞാൻ ഇപ്പുറത്ത് കൂടെ കയറും. എന്നിട്ട് ഇവിടെ നമ്മുടെ ഗോപിച്ചേട്ടൻ്റെ ടീ കടയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പ്രേമം സിനിമയിൽ കസ്കസ് ഇട്ടിട്ട് സോഡ സർബത്ത് കുടിക്കുന്നില്ലേ, ആ കടയാണ് കേട്ടോ. അങ്ങനെ ഞാൻ സ്ഥിരം ഇവിടുന്ന് ഞാൻ ടൈമിലുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊക്കെ കൂടി പോയിട്ട് ചായയും സോഡ സർബത്തൊക്കെ കുടിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരെണ്ണം കുടിച്ചിട്ട് നേരെ ബസ് പോയി. ഇപ്പോഴേ എനിക്ക് മമ്മിയുടെ വിളി വന്നിട്ടുണ്ടായിരുന്നു, വലിയമ്മ ഇങ്ങനെ ക്ഷീണമുണ്ടെന്ന്. ചെന്ന് നോക്കിയപ്പോൾ ആകെ തളർന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സോഡിയം കുറഞ്ഞതാണെന്ന്. എന്തൊക്കെയോ ഇങ്ങനെ ഓർമ്മയില്ലാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് കയറിയ ഉടനെ ഇങ്ങനെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് കഞ്ഞിവെള്ളം ചൂടാക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ മരുന്നും അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വലിയമ്മയ്ക്ക് 3 വർഷം മുന്നേ ഉണ്ടോ ആദ്യമായിട്ട് ഇങ്ങനെ സോഡിയം കുറയുന്നത്. അതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഡിയം കുറയാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ഥിരമായിട്ട് 1 ഗ്രാം മറ്റേ സോഡിയത്തിൻ്റെ മരുന്ന്, അതായത് മരുന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ കഞ്ഞിവെള്ളം ഉപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും മരുന്നായിട്ട് ഇപ്പോൾ സ്ഥിരം കഴിക്കുന്നുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ ഇതേപോലെ സോഡിയം കുറയാറുണ്ട്. എനിക്കിപ്പോൾ ഇത് കണ്ട് ശീലമായതുകൊണ്ട് എനിക്കറിയാം സോഡിയം കുറഞ്ഞതാണെങ്കിൽ എനിക്കറിയാൻ പറ്റും. പക്ഷേ രാവിലെ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നോടാണെങ്കിലും തലേദിവസം രാത്രി ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. വലിയമ്മയ്ക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ട്, രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ മരുന്നും കൂടെ കഴിക്കുന്നത് കൊണ്ട്, അതായത് രാത്രി മരുന്നും കൂടെ കഴിക്കുന്നതുകൊണ്ട് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്നോട് മമ്മി വന്നിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായി ഇതെന്താന്ന്. എന്നിട്ട് ഞാൻ മമ്മീനെ നേരെ വിളിച്ച് പറയാനിട്ട് ഇത് സോഡിയം കുറഞ്ഞതാണ്, പേടിക്കണ്ടാന്ന്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുത്തിട്ട് അരമുറി, അതായത് ഒരെണ്ണം ഫുള്ളായിട്ട് നമ്മൾ രാവിലെ എന്നും കൊടുക്കുന്നതാണ് ഭക്ഷണം കഴിഞ്ഞിട്ട് പ്രഷറിൻ്റെ മരുന്നിൻ്റെ കൂടെ. അത് കഴിഞ്ഞ് ഞാൻ എക്സ്ട്രാ ഉച്ചയ്ക്കും കൂടെ ഒരെണ്ണത്തിൻ്റെ പകുതിയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് മമ്മീനെ വിളിച്ച് പറയുകയാണ്. അനിയൻ എക്സാമിൻ്റെ കാര്യങ്ങളും സ്റ്റഡി ലീവും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് മമ്മിയും അതിലൊക്കെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതാൻ പറ്റിയില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങ് വിളിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് എത്താവുന്ന ദൂരത്താണല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. എന്നാലും മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇതിങ്ങനെ കണ്ട് ശീലമായതുകൊണ്ടും ഞാനിങ്ങനെ മാനേജ് ചെയ്ത് എനിക്ക് തഴക്കവും പഴക്കവും വന്നതുകൊണ്ടും എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ല. അങ്ങനെ ഞാൻ അരമുറി, അതായത് ഒരെണ്ണത്തിൻ്റെ പകുതി 500 mg അതങ്ങ് കൊടുത്തു കേട്ടോ. എന്നാലും മമ്മിക്ക് ടെൻഷനാണ് കേട്ടോ. മമ്മി പറയുകയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം കളക്ഷൻ ആളുകൾ വരും ഇവിടുന്ന്, ആലുവയിൽ തന്നെ ഉള്ളവരാണ്. അപ്പോൾ അവർ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തോളും. എന്നിട്ട് നമുക്ക് റിസൾട്ട് വാട്സാപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ അവരെ വിളിച്ച് ബുക്ക് ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ഞാൻ ആദ്യം നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നവരെ വിളിച്ചപ്പോൾ അവരുടെ മെഷീൻ കേടാണ് ഈ സോഡിയം നോക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഏസ്റ്ററിൽ വിളിച്ചിട്ട് അങ്ങ് ബുക്ക് ചെയ്തു കേട്ടോ. അവർ വന്ന് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 2:30 ആകുമ്പോഴേക്കും അവർ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് ഇത്തിരി കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി ആക്കം കിട്ടും. വലിയമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് വന്നാൽ മതി കേട്ടോ. ആളിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ടയർഡാവും, ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ആളങ്ങ് ഇല്ലാണ്ടാവും, ഒട്ടും മനക്കെട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഞ്ഞിയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ 1 ഇടിയപ്പമാണ് കേട്ടോ കഴിച്ചുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കഞ്ഞി കൊടുത്തു. അതങ്ങ് കുറച്ചൊരു 2-3 വറ്റ് ബാക്കി വെച്ചിട്ട് ബാക്കി ഞാൻ കഴിച്ചു. എന്നിട്ട് നേരെ പോയി കിടന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത്തിരി പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അതിനിടയ്ക്ക് മമ്മി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അഡ്മിറ്റ് ചെയ്യണോ. സാധാരണ ഈ സോഡിയം കുറയുമ്പം ചെന്നിട്ട് സോഡിയത്തിൻ്റെ ഡ്രിപ്പ് ഇടുകയാണ് ചെയ്യണം. അപ്പോൾ അത് വേണോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 1:50. എനിക്ക് സോഡിയം കുറഞ്ഞു. രാവിലെ ഇവിടുന്ന് പോരുമ്പോഴൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോയത് ആക്ച്വലി. പക്ഷേ അവിടെ ചെന്നപ്പോൾ മമ്മി എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം വിളിച്ചു. അപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ വിളിച്ചിരുന്നു, അപ്പോൾ ഇങ്ങനെ വയ്യായികയുണ്ട്, അപ്പോൾ സോഡിയം കുറയുമ്പോൾ സാധാരണ ഇങ്ങനെ തളർന്നു പോകും. അപ്പം രാവിലെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വെള്ളം കൊടുത്തു. അപ്പോൾ ഫ്ലാസ്കിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത്. പിന്നെ മാതളം ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ഇടയ്ക്ക് എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പം ആ സമയത്തൊക്കെ ഉറക്കം കിട്ടിയില്ല. ഇന്നലെ രാത്രി ഉറക്കം കിട്ടിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണല്ലോ, അപ്പം ആര് വന്നാലും തുറക്കണ്ട, വാതിൽ പൂട്ടിയിട്ട് വലിയ ഉറങ്ങിക്കോ, ഞാൻ വരുമ്പോൾ പിന്നെ എഴുന്നേൽപ്പിച്ച് ഫുഡ് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുമാണ് പോയത്. ഇവിടെ മമ്മി ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ക്ഷീണമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ഉറക്കം
ഉറക്കം കുറവാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ, ഉറങ്ങിയില്ല മര്യാദയ്ക്കുന്ന്. അപ്പം ഞാനും വിചാരിച്ചു അങ്ങനെയാന്ന്. പിന്നെ ഞാൻ വന്നപ്പോൾ നാക്കൊക്കെ കുഴയുന്ന പോലെ. അപ്പോൾ തങ്കാൻ്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തങ്കാൻ്റെ വിളിച്ചപ്പോഴും ഇതേപോലെ നാക്ക് കുഴയുന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ ഞാൻ പോവില്ല. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് സോഡിയത്തിൻ്റെ മരുന്ന് എന്നും കൊടുക്കുന്നതാണ് ഒരെണ്ണം രാവിലെ. അതൊന്ന് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ കഞ്ഞിവെള്ളം കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് കഞ്ഞിവെള്ളം കൊടുത്തിട്ട് ഒരു അരമുറിയും കൂടെ കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞ് ഇച്ചിരി കഞ്ഞിയും കൂടെ കുടിച്ചു. ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലുവയിൽ ഒരു സ്ഥലത്തു നിന്നാണ് സ്ഥിരം വരുന്നത്, മെഡിവിഷൻ എന്ന് പറഞ്ഞിട്ട്. ഒരു നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവരുടെ സോഡിയം നോക്കുന്ന മെഷീൻ കേടാന്ന്. പിന്നെ ഞാൻ ആസ്റ്റർ ലാബ്സോ അങ്ങനെ എന്തോ ഒരു ലാബിൽ വിളിച്ചു. അപ്പോൾ അവർ 2:30 ആകുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 1:50 കഴിഞ്ഞു. ഇപ്പോൾ 2:30 ആകുമ്പോഴേക്കും അവരെത്താമെന്ന് പറഞ്ഞു. വലിയ പറയുന്നത് ലക്ഷ്മി പോവാം എന്നാണ്. പക്ഷേ ഈ സോഡിയം കുറയുമ്പോൾ എന്താ വെച്ചാൽ തളർന്നു പോകും ആളുകൾ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇവിടെ കിടക്കുകയാണ്. അപ്പം മണി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ജനലിൽ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മണി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വിളിച്ചാൽ കേൾക്കില്ല. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഓട്ടോയിൽ ഓട്ടോയിൽ നിന്നല്ല എന്തിനാണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഈ സാധാരണ ഇപ്പം നോർമൽ ഒരു പ്രശ്നമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കൊണ്ടുപോകാം. പക്ഷേ സോഡിയം കുറഞ്ഞാൽ പെട്ടെന്ന് ആൾ തളർന്നു പോകുന്നുണ്ട്, നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹോം കളക്ഷൻ വെച്ചിരിക്കണത്. അപ്പോൾ സ്ഥിരം വിളിക്കുന്ന അവരുടെ സോഡിയം ചെക്ക് ചെയ്യുന്ന മെഷീൻ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ വേറെ ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല, എനിക്ക് നിർബന്ധം വാശി പോകണം, ലക്ഷ്മി പോകണം. ലക്ഷ്മി പോയാലും അവരിതേ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് പകരം ഇങ്ങോട്ട് വരുത്താമെന്നാണ് ഒരുവിധം. പിന്നെ ഡാഡി വിളിച്ച് സമാധാനിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ 2:30 ആകുമ്പോൾ അവർ ചെക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അറിയില്ല എന്തായിരിക്കും. വൈകുന്നേരം ഡാഡിയൊക്കെ വരുമായിരിക്കും, അറിയില്ല. ഈ സോഡിയം കുറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഈ പ്രായമായവർക്ക് പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരിപാടിയാണ് ഈ സോഡിയം കുറയുക. ഇപ്പം അമ്മയപ്പുറത്ത് അമ്മച്ചി ഇതേപോലെ ഈ ഇടയ്ക്കൊന്ന് വീണു. അപ്പോൾ അമ്മച്ചിക്കും ഇതേപോലെ ഇത്ര നാളുണ്ടായിരുന്നില്ല, സോഡിയം കുറഞ്ഞു എന്ന് പറഞ്ഞു. സോഡിയം കുറഞ്ഞത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ കഞ്ഞിവെള്ളം ഇച്ചിരി കഞ്ഞിയും കുടിച്ചു, എന്നിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഹോം കളക്ഷന് വരും. അപ്പോൾ എന്താണെന്ന് നോക്കാം. അങ്ങനെ ഹോം കളക്ഷൻ്റെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ എത്താറായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് വലിയമ്മേനെ വിളിച്ചു കേട്ടോ. വലിയമ്മ ഭയങ്കര ഉറക്കമായിരുന്നു. ഈ ക്ഷീണം കാരണം ഇങ്ങനെ ആൾ തളർന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഉറങ്ങുമായിരുന്നു. പിന്നെ അവരെ വിളിച്ച് കയറ്റിയിട്ട് അവർ ബ്ലഡൊക്കെ എടുത്തു കേട്ടോ. 130 താഴെ, അതായത് 135 to 42 നോർമൽ. 130 താഴെ അതായത് 130 താഴെ റീഡിങ് വരുവാണെങ്കിൽ നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിൽ പോയി IV ആയിട്ട് ഇട്ടിട്ട് അങ്ങനെ കയറ്റാൻ പറ്റുള്ളൂ. ഈ സോഡിയം എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് കയറ്റിയാൽ അത് ബോഡിക്ക് ഭയങ്കര കേടാണ്. പിന്നെ വേറെ സ്ട്രോക്ക് പോലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരും, പയ്യെ കയറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ മരുന്ന് കൊടുക്കുമ്പോഴാണെങ്കിലും അര ആ രീതിയിലാണ് കേട്ടോ കൊടുക്കണത്. അങ്ങനെ അവർ ബ്ലഡൊക്കെ എടുത്തിട്ട് പോയി. ഞാൻ പിന്നെ നേരെ ഗേറ്റ് അങ്ങ് പൂട്ടിയിട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പട്ടിശല്യമാണ്. ഇപ്പോൾ വലിയ മനുഷ്യൻ്റെ വലിപ്പമുള്ള പട്ടികളാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഗേറ്റ് അങ്ങ് പൂട്ടിയിട്ട് അകത്ത് കയറി. അവരിപ്പോൾ വന്ന് പോയി, ബ്ലഡ് എടുത്തിട്ട് പോയിട്ടുണ്ട്. സോഡിയം പൊട്ടാസ്യമാണ് ചെക്ക് ചെയ്യേണ്ടത് വന്നത്. ഞാൻ പറഞ്ഞതാണ് അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയമ്മയ്ക്ക് കുറേ നാൾ മുന്നേ, ഒരു 2-3 വർഷം മുന്നേ ഇതേപോലെ സോഡിയം കുറഞ്ഞതാണ്. അന്ന് തൊട്ടേ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെനിക്ക് മനസ്സിലാവും. അപ്പോൾ ഡെയിലി വലിയമ്മയ്ക്ക് 1 ഗ്രാമിൻ്റെ അതായത് 1000 mgയുടെ സോഡിയം മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് ഒരു ദിവസം മുടങ്ങിയാൽ ഈ പറഞ്ഞ പോലെ വയ്യാണ്ടാവും. എന്നാലും ചില ദിവസം ഇതേപോലെ വയ്യാതെ ആകുമ്പോൾ ഞാൻ ഹാഫ് എടുത്ത് കൊടുക്കും. ആ ഹാഫ് എടുത്ത് കൊടുത്ത് ഇത്തിരി ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുത്ത് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പയ്യെ ബെറ്ററായി തുടങ്ങും. പെട്ടെന്ന് ബെറ്റർ ആവില്ല. ഈ സോഡിയം നമുക്കങ്ങനെ പെട്ടെന്ന് കൂട്ടാനും പറ്റില്ല. പെട്ടെന്ന് അങ്ങനെ കുറേ മരുന്ന് കൊടുത്ത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലും ഒരു ട്രിപ്പ് ഇടുമ്പോഴും പയ്യെയാണ് സോഡിയം കയറ്റുള്ളൂ. സോഡിയം ട്രിപ്പ് ഇടും. മരുന്ന് കൊടുക്കുന്നതിന് പകരം അങ്ങനെ IV ഇടും. IV ഇട്ടാലും പയ്യെയാണ് അവർ കയറ്റുള്ളൂ. സോഡിയം പെട്ടെന്ന് കൂടിയാൽ വേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാനിതിങ്ങനെ കാണുന്നതുകൊണ്ട് ഞാനിതിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സോഡിയം കുറഞ്ഞാണെന്ന്. അതുകൊണ്ടാണ് ഞാനും പിന്നെ വലിയ ഇതാക്കാതിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വലിയമ്മയ്ക്ക് ഇങ്ങനെ കുറയും. ഓക്കെ, വലിയമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വലിയമ്മയ്ക്ക് ഇങ്ങനെ കുറയാറുണ്ട്. അപ്പം ഞാൻ ഈ ഡെയിലി ഒരെണ്ണം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അരയും കൂടി 2 ദിവസത്തിന് കൊടുക്കും. അപ്പോൾ പയ്യെ ബെറ്ററായിട്ട് വരും. പിന്നെ ഞാൻ കൊടുക്കില്ല, ഞാൻ ഡെയിലി കൊടുക്കുന്ന ഒരെണ്ണം കൊടുക്കും. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മമ്മിക്ക് കോലഞ്ചേരി ഇരുന്നിട്ട് ഭയങ്കര പേടി. ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. ഇപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. അവർ വന്നപ്പോഴാണെങ്കിലും ഈ സോഡിയം പറയുമ്പോൾ നമ്മൾ തളർന്നു പോകും, ക്ഷീണം വരും. അപ്പോൾ ഉറങ്ങുകയാണ് ഇപ്പോഴും. അവർ വന്നപ്പോഴും
ഇങ്ങനെ പയ്യെ കണ്ണു തുറന്നു അവരെന്തോ ചോദിച്ചു പറഞ്ഞു എന്നുള്ള അല്ലാണ്ട് അങ്ങനെ കംപ്ലീറ്റ്ലി ബോധത്തിലോട്ട് വന്നിട്ടില്ല. അപ്പം ഇപ്പോഴും അവർ പോയപ്പോഴും ഇപ്പം കിടന്നുറങ്ങുകയാണ്. അപ്പം ഞാനും കുറച്ച് നേരം ഒന്ന് കിടന്നാലോ എന്ന് വിചാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, എനിക്ക് അതായത് ഞാൻ പറഞ്ഞില്ലേ പോകുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതാ സംഭവം എന്ന്. അപ്പം തന്നെ ഞാൻ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ സോഡിയത്തിൻ്റെ ഗുളിക കൊടുത്തു. അത് പയ്യെ അങ്ങ് ശരിയായി വന്നു. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് ബെറ്ററാവും, ആ ക്ഷീണം കുറച്ചും കൂടി ഒന്ന് കുറയും. അപ്പം ഞാൻ രാത്രി ഒരു അരയും കൂടെ കൊടുക്കും. അങ്ങനെയാണത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉറങ്ങുകയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ഞാനായിട്ട് എഴുന്നേൽപ്പിക്കുന്നില്ല, വലിയമ്മയായിട്ട് എഴുന്നേൽക്കുമ്പോൾ ചായ ചോദിക്കുമ്പോൾ ചായയും പഴം പുഴുങ്ങിയതും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം 3:15 ടൈം. ഞാൻ ഒന്ന് കിടക്കുകയില്ല, സിനിമ കാണാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വൈകുന്നേരം കാണാം വലിയ എഴുന്നേറ്റിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ചെന്നിട്ട് കിടന്നു കേട്ടോ. ഉറങ്ങിയൊന്നുമില്ല, ഒരു 10 മിനിറ്റ് കിടന്നപ്പോഴേക്കും പിന്നെ എന്നെ വിളിച്ചു വലിയമ്മി. പഴം പുഴുങ്ങിയതോ ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നണമെന്ന് പറഞ്ഞിട്ട്. കാരണം കഞ്ഞി ഇച്ചിരി കുടിച്ചുള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. പിന്നെ ആകെ തളർന്നും കൂടി ഇരിക്കുന്നതായതുകൊണ്ട് പഴം എന്തെങ്കിലും പുഴുങ്ങാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ നേരെ പോയിട്ട് പഴം പുഴുങ്ങാൻ വെച്ചു. ചായയും കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പഴം അത്യാവശ്യം പഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സോഡിയം കുറയുന്നതിന് ഏറ്റവും നല്ലത് ഉപ്പിട്ട കഞ്ഞിവെള്ളവും ഏത്തപ്പഴം പുഴുങ്ങിയതല്ലെങ്കിൽ പച്ച ഇവിടെ വലിയമ്മയ്ക്ക് ഏത്തപ്പഴം പച്ച കൊടുത്താൽ ഗ്യാസ് ഭയങ്കരമായിട്ട് കയറും. അപ്പോൾ ഞാൻ എപ്പോഴും പുഴുങ്ങിയിട്ടാണ് കൊടുക്കുന്നത്. അതാണ് സത്യത്തിൽ നമ്മൾ വൈകുന്നേരം ഏത്തപ്പഴം പുഴുങ്ങിയതാക്കുന്നത്. ഇപ്പോൾ കഴിച്ച് വലിയമ്മയ്ക്കും അത് ശീലമായി. ഏത്തപ്പഴം പുഴുങ്ങിയത് വൈകുന്നേരം ഇല്ലെങ്കിൽ വലിയമ്മയ്ക്ക് ഒരു ഏനക്കേടാണ്, എനിക്കും അത് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. ഇതിങ്ങനെ പുഴുങ്ങാൻ വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ. പിന്നെ ഞാൻ കുക്കറിലാണല്ലോ വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പെട്ടെന്ന് ആയി കിട്ടും. അങ്ങനെ അതൊക്കെ ഞാൻ ഗ്യാസിലോട്ട് വെച്ചു. ഇപ്പോൾ വലിയമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിശക്കുന്ന പോലെ ഉണ്ട്, വയറ്റിലൊന്നും ഇല്ലാഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട്. അപ്പം എന്താ തിന്നാനുള്ളത്? അപ്പം ഞാൻ പഴം പുഴുങ്ങിയത്, ഈ സോഡിയം കുറയുന്നതിന് പഴം പുഴുങ്ങിയത് നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞു പഴം പുഴുങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് പഴം ഞാനിപ്പോൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാവുമ്പം അത് കൊടുക്കാം. ചായ വേണമെന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പഴം പുഴുങ്ങി കൊടുക്കാം. എന്നിട്ട് പിന്നെ അടുക്കളയിൽ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇഷ്ടുക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ എടുത്തങ്ങ് വെള്ളത്തിലോട്ട് ഇട്ടു കേട്ടോ. സവോളയും ഉരുളക്കിഴങ്ങും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ തൊലി പൊളിക്കാനും അരിയാനൊക്കെ കുറച്ച് എളുപ്പമുണ്ടാവും. അപ്പോൾ അതങ്ങ് കുതിർന്ന സമയം കൊണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ടായിരുന്നു, അതങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. റിസൾട്ട് ഒരു 4-4:30 ആകുമ്പോഴേക്കും വരുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് തീരുമാനിച്ചിട്ട് വേണം അഡ്മിറ്റ് ചെയ്യണോ മമ്മീനെ വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 130 വലിയമ്മയ്ക്ക് വന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ 130 ശരിക്കും നോർമലി ഒരാൾക്ക് സോഡിയം കുറയുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ വലിയമ്മ ഓൾറെഡി ഇത്ര ഏജ് ഉണ്ട്, 83 വയസ്സുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ എന്തെങ്കിലും വരുമ്പോഴേക്കും വലിയമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായാലും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനതൊക്കെ അങ്ങ് തൊലി പൊളിച്ചങ്ങ് വെച്ചു. എന്നിട്ട് ഇതിങ്ങനെ ഡബ്ബയിലാക്കി വെക്കണം. ഉരുളക്കിഴങ്ങ് മാത്രം ഇങ്ങനെ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ പാത്രത്തിൽ, അതായത് സവോളയും ഇഞ്ചിയും പച്ചമുളകും ആണ് ഇഷ്ടക്കറിക്ക്, വേറെ ഉരുളക്കിഴങ്ങ് അല്ലാണ്ട് വേണ്ടത്. അതൊക്കെ കൂടി ഞാൻ വേറൊരു പാത്രത്തിലാക്കി. പിന്നെ ഉരുളക്കിഴങ്ങ് മാത്രം ഇങ്ങനെ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അപ്പോഴേക്കും പിന്നെ മഴ അങ്ങ് ഇങ്ങനെ കുത്തി പെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ പോയിട്ട് ഇഞ്ചിമാങ്ങ അങ്ങ് എടുത്ത് വെച്ചു കേട്ടോ. ഇഞ്ചിമാങ്ങ ഇന്നലെ വൈകുന്നേരം തൊട്ട് മഴ നനയുന്നതാണല്ലോ, അപ്പോൾ നന്നായിട്ട് മണ്ണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നന്നായിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കൊട്ടിയായിട്ട് കിടക്കുന്ന മണ്ണുണ്ടല്ലോ, മണ്ണിൻ്റെ അടിയിൽ നിന്നാണല്ലോ നമ്മൾ കുഴിച്ചെടുക്കുന്നത്. അപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് സോഫ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബാക്കി കഴുകി വെക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോന്നു. എനിക്ക് ഈ മഴ അങ്ങ് പെയ്ത് തുടങ്ങുന്നതിന് മുന്നേ 2-3 തുണി എടുക്കാനുണ്ടായിരുന്നു പുറത്തുനിന്ന്. പിന്നെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് കളയണമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഇരുണ്ട് കയറി വരുമായിരുന്നു. ഞാൻ പിന്നെ ഓടിപ്പോയി വേസ്റ്റൊക്കെ അങ്ങ് കളയാമെന്ന് വിചാരിച്ചു. നമ്മുടെ പറമ്പിൽ ഇപ്പോൾ കാട് കുത്തി കിടക്കുന്നത് കൊണ്ട് തന്നെ അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് കളയാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ അങ്ങ് കളഞ്ഞു. അണ്ണൻ ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ ഇതൊക്കെ കളഞ്ഞ് വന്നപ്പോഴേക്കും വലിയമ്മ ചായയും പഴവും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതെയോ? ഇത് മതിയാ പഴം? ഈ ഒരെണ്ണം കൂടെ കഴിക്കാത്ത എന്താ? ഇപ്പം എങ്ങനെയുണ്ട്? രാവിലത്തെക്കാൾ സുഖമായോ? ഓക്കെ ആയോ? വൈകുന്നേരം ഒരു മുറിയും കൂടെ തരാൻ മരുന്ന് കേട്ടോ. അടച്ചേക്കാം. പോരെ? കിടക്കുവാണോ ന്യൂസ് കാണുവാണോ? ഞാൻ അടച്ചോളാം. പൊക്കോ.
അടച്ചപ്പോ തന്നെ ആ പൊക്ക് വന്ന് കൊതുകിനെ പഴുത്ത വന്നിരിക്കുന്നപ്പോ നൂനെ പോയിട്ട് ബാക്കിയല്ലേ ഞാൻ പറഞ്ഞല്ലേ പോകുന്നു രാവിലെ പറഞ്ഞു പോരായിരുന്നു എനിക്ക് ഒട്ടും വയ്യ പോണ്ടാന്ന്. അന്നേരം അപ്പഴേ തോന്നിയില്ല അതാ ജനല് സ്ത്രീ ജനല് കൊതുക് പോയി കഴിഞ്ഞപ്പോഴാ തോന്നിയേ. അല്ല എനിക്ക് വയ്യാതായപ്പോഴേ കൂടുതൽ ആ പോയി കഴിഞ്ഞപ്പോഴാണോ തോന്നിയേ. ആ ഞാൻ പറഞ്ഞില്ല പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ പോയപ്പോൾ വല്യമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ക്ഷീണം വന്നത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ പറഞ്ഞയക്കില്ലായിരുന്നു എന്നാട്ടോ എന്നോട് പറഞ്ഞത്. പക്ഷേ ആൾ ആക്ച്വലി ഭയങ്കര ടയർഡാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് എന്ന് നോക്കിയപ്പോഴേക്കും നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു, കൂർക്കം വലിച്ച്. എനിക്ക് ഈ മുറി കിടക്കാൻ പറ്റത്തില്ല, വല്യമ്മ ഫാൻ ഇടത്തില്ല. അപ്പോൾ ഞാൻ മറ്റേ മുറി കിടന്നിട്ട് ഒരു സിനിമ അങ്ങ് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം ഞാനും എൻ്റെ ചായയായിട്ടിരുന്നിട്ടുണ്ട്. വല്യമ്മ ഇപ്പോൾ രാവിലത്തേക്കാളും ഓക്കെയാണ്. അതായത് അത് ഞാൻ പറഞ്ഞു തന്നെ, ആ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുത്ത് ഒരു അരമുറി സോഡിയത്തിൻ്റെ മരുന്നും കൊടുത്താൽ, ആട്ന എന്നാണ് അതിൻ്റെ പേര്, അതും കൂടെ കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ഉറങ്ങിയും കൂടെ കഴിയണം. ആ സോഡിയം ഒന്ന് നോർമലാകുമ്പം ഉറക്കം വരും. അപ്പം ഉറങ്ങിയും കൂടെ കഴിഞ്ഞാൽ ബെറ്ററായി തുടങ്ങും. പെട്ടെന്ന് അങ്ങോട്ട് ബെറ്റർ ആവില്ല, ബെറ്ററായി തുടങ്ങും. ചായ കുടിക്കട്ടെ. അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ആൾ ബെറ്ററാണ്. അപ്പം ഇനി പയ്യെ ഓക്കെ ആയിക്കൊണ്ട് രാത്രി ഒരു മുറിയും കൂടെ കൊടുക്കണം. അപ്പോൾ പഴം കഴിച്ചു. രാത്രി ഇനി കഞ്ഞി കുടിക്കുമെന്ന് അറിയില്ല. കുടിച്ചില്ലെങ്കിൽ പഴം തന്നെ ചൂടാക്കി കൊടുക്കും, ആവി കയറ്റിയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ കഞ്ഞി കുടിക്കും, ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ. പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാണ്. ഇന്ന് ആക്ച്വലി ഉച്ചയ്ക്ക് വന്നിട്ട് വല്യമ്മയ്ക്ക് ഫുഡും കൊടുത്തിട്ട് ഞാൻ ബാലൻ സിനിമ ഇരുന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ പറ്റിയില്ല. സോ ഇനി ഇരുന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. എനിക്കൊന്ന് കുളിക്കല്ല, മെയിൽ കഴുകണം. തല നനച്ചതാ രാവിലെ, മെയിൽ കഴുകണം. എന്നിട്ട് സാമ്പ്രാണി കത്തിച്ച്, പാട്ടും ഇതൊന്നുമില്ല, പ്രാർത്ഥിച്ചിട്ട് ഞാൻ സിനിമ കാണാതിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകിയെന്ന് കഴിക്കുന്നുണ്ടാവുള്ളൂ വല്യമ്മ. അപ്പോൾ അത്രയും സമയം കിട്ടുമല്ലോ. കുറേ നാളായി ആ സിനിമ കാണണമെന്ന് വിചാരിച്ചിട്ട് ബാലൻ. അത് എനിക്കിപ്പോഴാണ് പറ്റിയത്. അല്ല, ഇന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുമെന്ന്. സാധാരണ ഒരു ഏകദേശം ഒരു ഐഡിയ എനിക്കുണ്ടാവും ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ. ഇതൊട്ടും എക്സ്പെക്റ്റഡ് അല്ലാത്ത ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പം എന്തായാലും കുറേ നാൾക്ക് മുന്നെയാണ് ഞാൻ ഇവിടെ പോയത്, ആശ്രമത്തിൽ, അദ്വൈതാശ്രമത്തിൽ. പക്ഷെ ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. അവിടെ പോയാൽ ഭയങ്കര എന്താ പറയുക, ഒന്നാമത്തെ എൻ്റെ സ്ഥലവും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഫസ്റ്റ് ഹാഫ്, ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ടെൻഷൻ അടിച്ചു. പക്ഷെ ഞാനിത് കണ്ട് ശീലമുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ മമ്മിയൊക്കെ ഭയങ്കര ടെൻഷൻ അടിക്കും. ഒന്നാമത് ഒരു ദൂരം കൂടെ അല്ലേ, അപ്പോൾ അവരെന്നെ കൂടെ ടെൻഷൻ അടിപ്പിക്കും. അപ്പോൾ എനിക്ക് ടെൻഷനാവും. അതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ വല്യമ്മ ഉറങ്ങുകയാണ്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പം എന്തായാലും കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.